ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഫോർ എൻജിനീയറിംഗ് ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന്. ഞാൻ കുറേ നാളായി ചിന്തിക്കുന്നു, ഞാൻ ഒത്തിരി മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചും മെഡിക്കൽ കോഴ്സുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു മേഖലയിലുള്ള കോഴ്സിനെ കുറിച്ചോ ഒന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. നമുക്കറിയാം, ഒത്തിരി കുട്ടികൾ എൻജിനീയറിംഗ് ചൂസ് ചെയ്ത് പോകുന്നുണ്ട്. അത് സയൻസ് പഠിച്ചവരായിക്കോട്ടെ, VHSC പഠിച്ചവരായിക്കോട്ടെ, അവരൊക്കെ പോകുന്നുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വാട്ട് ഈസ് ബിടെക്, എങ്ങനെ ബിടെക്കിന് അഡ്മിഷൻ നേടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കസിൻസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ബാച്ചിലർ ഓഫ് ടെക്നോളജി അഥവാ ബിടെക് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അഥവാ BE അതിനെ കുറിച്ചുള്ളതാണ്. ഇപ്പോൾ ബിടെക്കിനെ ഞാൻ എല്ലാവർക്കും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ബിടെക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. നമുക്കറിയാം, എൻജിനീയറിങ്ങിന് തന്നെ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ചസ് പരിചയപ്പെടുത്താനാണെങ്കിൽ എനിക്കറിയാമെന്ന് വെച്ചിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, IT എഞ്ചിനീയറിംഗ് ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ ഇഷ്ടം ഏതാണോ അത് ചൂസ് ചെയ്ത് നമ്മൾ ആ ഒരു മേഖലയിലേക്കാണ് പോകുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന മേഖലയെ കുറിച്ച് തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലുമായിട്ടും ഒക്കെ പഠിക്കാനുള്ള ഒരു ടൈമാണ് ഈ ഒരു 4 ഇയർ. ഇതിൻ്റെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് മിനിമം സയൻസ് സബ്ജക്റ്റുകൾക്ക് 50% മാർക്കാണ് വേണ്ടത്. സയൻസ് വിഷയങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, PCM ആണ് നമ്മൾ നോക്കുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. കൂടാത്തതിന് ഈ ഒരു ബിടെക്കിലേക്കുള്ള അഡ്മിഷൻ എടുക്കുന്നതിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കീം എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ പല കോളേജുകളിലും ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എൻട്രൻസ് എക്സാം നടത്തുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ അമൃത കോളേജിൽ സെപ്പറേറ്റ് ആയിട്ടാണ് എൻട്രൻസ് എക്സാം നടത്തുന്നത്. അതുപോലെ കുസാറ്റ് പോലുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് എൻട്രൻസ് എക്സാം നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ അതിൻ്റെ എൻട്രൻസ് എക്സാമിനെ കുറിച്ചും അഡ്മിഷൻ എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ച് വെക്കണം. പിന്നെ +2 കഴിഞ്ഞ് പോളി പഠിച്ചവർക്കാണെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു ലാറ്ററൽ എൻട്രി വഴി ബിടെക്കിൻ്റെ 2nd ഇയറിലേക്ക് ഓൾറെഡി കയറാൻ പറ്റും. സോ നിങ്ങൾ എഞ്ചിനീയറിങ്ങിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഏത് കോളേജിലാണ് എടുക്കുന്നത് ആ കോളേജിനെ പറ്റിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ പ്ലേസ്മെൻറ്റ്, ലാബ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 4 ഇയർ അവിടെ വെറുതെ ആയി പോവുകയാണ്. പിന്നെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കിപ്പം ഒരു കോളേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവിടെ തന്നെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയി അന്വേഷിച്ച് അഡ്മിഷൻ എടുക്കാവുന്നേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.